ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാനെതിരെ നമ്മൾ നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആംഡ് ഫോഴ്സസിന്റെ ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു, ഫലവത്തായിരുന്നു എന്നുള്ളത് പല തെളിവുകൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സിന്റെ പ്രിസിഷൻ സ്ട്രൈക്സ് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഏകദേശം 20% നശിപ്പിച്ചു അല്ലെങ്കിൽ ദുർബലമാക്കി എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ, കാരണം നമുക്ക് പല പാകിസ്ഥാനെ പോലെ ഈ ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോയും ഇമേജും ഒക്കെ കാണിച്ച് അവർക്ക് കള്ളം പറയാൻ സാധിക്കുമെങ്കിലും കള്ളം പറയാൻ സാധിക്കാത്ത പല തെളിവുകളും നിലനിൽക്കുന്നുണ്ട്. കാരണം മേളിലെ ഇഷ്ടം പോലെ സാറ്റലൈറ്റുകളൊക്കെ ലോകത്തിന്റെ പല രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ വളരെ ലഭ്യമാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ചും, ഭൂമി നടക്കുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചുള്ള വിവരം അറിയാൻ വേണ്ടി സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ ഇന്ന് വളരെയധികം ലഭ്യമാണ്. ഇന്ത്യൻ സാറ്റലൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, ചൈനയുടെ ഉണ്ട്, അമേരിക്കയുടെ, ലോകം മൊത്തം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവുകളും അല്ലെങ്കിൽ തെളിവുകളും ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഭൂമിയിലുള്ള ചില മീഡിയാസ് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുവാൻ ശുഷ്കാന്തി കാണിക്കുന്ന അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്ന മീഡിയ ഹൗസസ് തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യയെ ഇകഴ്ത്താനും അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാനും ഇത് സമ്മതിക്കാൻ, ഇതൊരു സത്യമായതുകൊണ്ട് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. കാരണം ഇന്ത്യ ചെയ്ത ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആണെന്ന് ചൈനയുടെ മീഡിയാസും പാകിസ്ഥാന്റെ ഉള്ളിലുള്ള മീഡിയയും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന പാശ്ചാത്യ അമേരിക്കൻ, ബ്രിട്ടീഷ്, BBC പോലുള്ള അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മീഡിയ ഒക്കെ തന്നെ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് അവർ നേതൃത്വം കൊടുക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ നഷ്ടമായിട്ട് ഇതിനകത്ത് നിന്ന് ലോകം മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതല്ല സത്യം, മറിച്ചായിരുന്നു സത്യം എന്നുള്ളത് ഉള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് 20% പാകിസ്ഥാന്റെ എയർഫോഴ്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഒട്ടനവധി ഫൈറ്റർ ജെറ്റ്സ്, വാർ ജെറ്റ്സ്, പിന്നെ ഓഫീസർ എമംഗ് 50 കിൽഡ്, പല അവർക്ക് അവരുടെ പേഴ്സണൽ, ആർമി പേഴ്സണൽ അല്ലെങ്കിൽ എയർഫോഴ്സ് പേഴ്സണലിനെ വരെ നഷ്ടമായിട്ടുണ്ട്, ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ള വിവരം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാകിസ്ഥാൻ സമ്മതിക്കത്തില്ല, ചൈനയെ സമ്മതിക്കത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ തിരിച്ചടി പാകിസ്ഥാനേക്കുള്ള കിട്ടിയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇപ്പോൾ ചൈന നിൽക്കുന്നത് കൊണ്ട് ടർക്കിയും അതിനകത്തിലെ ഒരു പങ്കാളിയാണല്ലോ. കാരണം പാകിസ്ഥാന് കൂടുതൽ അകമഴിഞ്ഞ സഹായം നൽകിയിട്ടും അത് ഫലപ്രാപ്തിയിലെത്താതെ പോയതിൻ്റെ ഒരു വിഷമം ചൈനയ്ക്കും ടർക്കിക്കും പാകിസ്ഥാനേക്കാൾ കൂടുതലുണ്ട്. കാരണം അവർക്ക് ഈ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സ്പോർട്ട് മാർക്കറ്റിന് കിട്ടിയ വലിയൊരു പ്രഹരമാണ്, ആയുധത്തിന്റെ എക്സ്പോർട്ട് മാർക്കറ്റിന്. കാരണം അവരെ സംബന്ധിച്ച് ഇതേ ഉള്ളൂ, കാരണം കച്ചവടക്കാരാണ്, അവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ഏത് രാജ്യം തമ്മിൽ യുദ്ധം ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം കുറേ ദിവസം കൂടെ നീണ്ടു നിൽക്കുക അല്ലെങ്കിൽ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്നത് ചൈനയ്ക്കും ടർക്കിക്കും ഒക്കെ തന്നെ വൻ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നൊരു പ്രക്രിയയായിട്ട് മാറുക. കാരണം പാകിസ്ഥാൻ യുദ്ധം ചെയ്യാൻ ആയുധങ്ങൾ വേണം. പാകിസ്ഥാൻ ആയുധങ്ങൾ മേടിക്കുന്ന ചൈനയിൽ നിന്നും ടർക്കിയിൽ നിന്നാണ് പ്രധാനമായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധം കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുക എന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ അതും ഫലം കണ്ടില്ല. വളരെ ചുരുങ്ങിയ കുറേ ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു ഓപ്പറേഷൻസ് ഇന്ത്യ പ്രത്യേകിച്ച് നിർത്തിവെക്കുവാൻ ഇന്ത്യ തീരുമാനമെടുക്കുകയും അതിന്റെ ഫലമായിട്ട് തൽക്കാലം ഒരു അയവ് ഉണ്ടായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ശാന്തി അല്ലെങ്കിൽ പീസ് ഒന്നും, അല്ലെങ്കിൽ പീസ് ട്രീറ്റി അല്ലെങ്കിൽ സമാധാന കരാർ, ഉടമ്പടി എന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വെടിനിർത്തൽ എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് ഒരു ഫോർമൽ ആണെങ്കിൽ തന്നെയും അത് നമുക്കത്ര അതിനൊരു വലിയൊരു വാലിഡിറ്റി ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കി വെക്കുന്നത് ചൈനയ്ക്കും ടർക്കിക്കുമാണ്. കാരണം ഇവരാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും കൊടുത്തതും. അല്ലെങ്കിൽ യുദ്ധം നീണ്ടു നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് ആണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയാൻ പറ്റുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുക. അപ്പം നമ്മുടെ പ്രിസിഷൻ സ്ട്രൈക്സ്, ഇന്ത്യൻ ആംഡ് ഫോഴ്സിന്റെ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേകിച്ചുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് ഏകദേശം ഒരു ഡസണിലധികം വരുന്ന മിലിറ്ററി ബേസ് പാകിസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മിലിറ്ററി ബേസുകൾ നമുക്ക്, പ്രത്യേകിച്ച് അവരുടെ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറൊക്കെ 20% ഏകദേശം അതിനെ നമുക്ക് നശിപ്പിക്കുവാനും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഫൈറ്റർ എയർക്രാഫ്റ്റും ഒക്കെ തന്നെ ഡാമേജ് ആകുവാനും ഡിസ്ട്രോയ് ചെയ്യാനും ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ എയർഫോഴ്സ് ബേസ് ഇതിനകത്തിൽ ഏകദേശം നല്ല കേടുപാടുകൾ അല്ലെങ്കിൽ ഡാമേജ് അവർക്ക് പറ്റിയിട്ടുണ്ട്. 26 സിവിലിയൻസോളം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിട്ടിക്കൽ മിലിറ്ററി അവരുടെ സ്റ്റേഷൻസ് ഒക്കെ തന്നെയായിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തത്. എയർബേസ്, നൂർഖാൻ,
അതുപോലെ റഫീഖി, മുറീദ്, അതുപോലെ തന്നെ സുക്കൂർ, സിയാൽകോട്ട്, പസ്രൂർ, ചുനിയാൻ, സർഗോദ, സ്കർദു, ബൊലാരി. ഇതൊന്നും ചുമ്മാതെ പറയുന്നില്ല, കാരണം ഇതൊക്കെ പിന്നെ സംഭവങ്ങൾ ഉണ്ടായതാണ്. അതുപോലെ തന്നെ ജക്കോബാദ്, അതുപോലെ തന്നെ മറ്റ് റഡാർ സൈറ്റുകളും കമാൻഡ് സെന്റേഴ്സും ഒക്കെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തു. അതിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് വളരെ കൃത്യതയോടുകൂടി നമുക്കതെല്ലാം അറ്റാക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. സാറ്റലൈറ്റ് ഇമേജറി കാണിക്കുന്നത് പ്രത്യേകിച്ച് ഷബാസ് എയർബേസ്, ജക്കോബാബാദിലുള്ള എയർബേസ്, പിന്നെ വളരെയധികം നാശനഷ്ടങ്ങൾ അതിനുണ്ടായി. അത് ഇന്ത്യയുടെ ടെക്നിക്കൽ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഡോമിനൻസ് ആയിരുന്നു നമുക്ക് വെളിവാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധു നമ്മൾ മെയ് 7-നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. പാകിസ്ഥാന്റെ ഡ്രോൺ അറ്റാക്കും മിസൈൽ അറ്റാക്കും ഒക്കെ ഇന്ത്യൻ സിവിലിയൻസിനെതിരെ, മിലിറ്ററി ടാർഗറ്റ്സിനെതിരെയൊക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചു. ആദ്യം നമ്മൾ അവരുടെ തീവ്രവാദ ക്യാമ്പുകളും തീവ്രവാദികളുടെ ഹബ്ബുകളും ഒക്കെ തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. ജെയ്ഷ് ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൈബ, അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് മുജാഹിദീൻ, ഹിസ്ബുൾ മുജാഹിദീൻ, HM. അപ്പോൾ ഇതുപോലുള്ള പാകിസ്ഥാനകത്തും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ള ഈ പറഞ്ഞ ടെറർ ക്യാമ്പ്സാണ് നമ്മൾ ആദ്യത്തെ ഫേസിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അതിനുശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് നമ്മളെ സിവിലിയൻ ടാർഗറ്റ്സും മിലിറ്ററി ടാർഗറ്റ്സും ഒക്കെ അവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയ ശേഷം നമ്മൾ രണ്ടാമത്തെ ഫേസ് ഓപ്പറേഷൻ വളരെ ശക്തമാക്കുകയും അതിനകത്ത് തീർച്ചയായിട്ടും പാകിസ്ഥാന് വളരെയധികം വ്യാപകമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിച്ചത് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ, ഹാമർ, സ്കാൽപ് മുനീഷ്യൻസ്, ഇതൊക്കെ തന്നെയാണ്. കാരണം ഇത് നമ്മൾ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചു കൊടുത്തത് പാകിസ്ഥാന്റെ ഉള്ളിൽ എത്ര ഉള്ളിലായാലും ശരി നമുക്ക് കടന്നു ചെന്നതാണ് നമുക്ക് ഫിസിക്കലായിട്ടല്ല, അല്ലാതെ നമുക്ക് നമ്മുടെ മിസൈലും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുന്നത് ഡ്രോൺസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ എത്ര ഉള്ളിൽ ഡീപ്പായിട്ട് നമുക്ക് പെനിട്രേറ്റ് ചെയ്ത് അവരുടെ ടാർഗറ്റ്സിനെ നമുക്ക് അല്ലെങ്കിൽ അവരുടെ ഈ മിലിറ്ററി സ്റ്റേഷൻസ് അല്ലെങ്കിൽ അവരുടെ ആർമിയുടെ അല്ലെങ്കിൽ ISAയുടെ ഒക്കെ തന്നെ നിയന്ത്രണത്തിലുള്ള ഓപ്പറേഷൻ സൈറ്റ്സുകളെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാൻ സാധിച്ചത്. ബ്രഹ്മോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ് ഏകദേശം 290 കിലോമീറ്ററോളം റേഞ്ച് ഉണ്ട്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നത്. അപ്പോൾ ഇതെല്ലാം വളരെയധികം വിജയം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് എവിഡൻസോടുകൂടി നമുക്ക് ഇപ്പോൾ ലോകത്തിന് മുമ്പിലുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ചേരികൾക്കും, കാരണം പറഞ്ഞു വരുമ്പോൾ അമേരിക്കൻ ജനതയിൽ അവരെ ചേരിൽത്തിനാണ്, മനസ്സിലല്ല. ഓക്കെ, അപ്പോൾ അവർക്കൊന്നും അത് സമ്മതിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ ഏറ്റവും എക്സ്ട്രോർഡിനറി ആയിട്ടുള്ളൊരു വിജയമായിരുന്നു ഇതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അവരുടെ F-16 അതുപോലെ J-17 ഫൈറ്റർ എയർക്രാഫ്റ്റും ഒക്കെ തന്നെ സ്റ്റേഷൻ ചെയ്തിരുന്ന സർഗോദ, അതുപോലെ ബൊലാരി സ്റ്റേഷനൊക്കെ തന്നെ, എയർബേസ് ഒക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്യാനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കാനും സാധിച്ചു. ഏകദേശം 50-ഓളം ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അവരുടെ മിലിറ്ററി ഓഫീസേഴ്സും പട്ടാളക്കാരും ഉൾപ്പെടെ. സ്ക്വാഡ്രൺ ലീഡർ എന്ന് പറയുന്ന യുസ്മാൻ യൂസഫ്, അതുപോലെ തന്നെ 4 എയർഫോഴ്സ് എയർമെൻ എന്ന് പറയുന്ന എയർഫോഴ്സിലുള്ള ആൾക്കാരും ഈ ബൊലാരി എയർബേസിൽ പിന്നെ സിന്ധിലുള്ളതാണ്. ആ എയർബേസിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തപ്പോൾ മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ കുറേ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ഫൈറ്റർ ജെറ്റ്സും ഈ അറ്റാക്കിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ത്യ പാകിസ്ഥാന്റെ മിലിറ്ററി ഇൻസ്റ്റലേഷൻ എയർബേസും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നൂർഖാൻ, അതുപോലെ റഫീഖി, മുറീദ്, സുക്കൂർ, സിയാൽകോട്ട്, പസ്രൂർ, ചുനിയാൻ, സർഗോദ, സ്കർദു, ബൊലാരി, ജക്കോബാബാദ്, ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ ബേസ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം സാറ്റലൈറ്റ് ഇമേജുകൾ കൃത്യമായി ഇത് കാണിക്കുന്നുണ്ട് എത്രത്തോളം അവർക്ക് ഈ പറഞ്ഞ എയർബേസിലെല്ലാം തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമിക്ക് ഏകദേശം 35 മുതൽ 40ഓളം ആൾക്കാരെ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിലുള്ള ഹെവി ക്രോസ് ഫയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ഷെല്ലാക്രമണത്തിലൊക്കെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ പാകിസ്ഥാൻ എയർഫോഴ്സിനും കുറച്ച് വിമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ മറിച്ചാണല്ലോ അവർ ആദ്യം മുതലേ തള്ളിവിടുന്നത്. ഇന്ത്യയുടെ ഒത്തിരി വിമാനങ്ങൾ അവർക്ക് അടിച്ചിടാൻ സാധിച്ചു. ഇപ്പോഴും ചൈനയുടെ മീഡിയാസും പാകിസ്ഥാൻ്റെ മീഡിയയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫോറിൻ മീഡിയാസ് എല്ലാം ആ ഒരു പിന്നെ വാർത്ത തന്നെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് സത്യമല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് ബേസ്, കുറേ ബേസുകളൊക്കെ നമുക്ക്
ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അറ്റാക്ക് കൊണ്ട് ക്രിപ്പിൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് അതുപോലെ തന്നെ ഒഫൻസീവ് കേപ്പബിലിറ്റീസിനെ തീർച്ചയായിട്ടും അത് ദുർബലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കാര്യമാത്രമായിട്ട് അവർക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തെളിയിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ അറ്റാക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പ്രിസിഷൻ സ്ട്രൈക്സ് എന്നൊക്കെ പറഞ്ഞത്. JF-17 ചൈനയുടെയും അതുപോലെ F-16 ഫൈറ്റിംഗ് ഫാൽക്കൺസ്, ഇതൊക്കെയാണ് പാകിസ്ഥാൻ നഷ്ടമായത്. അപ്പോൾ ഇത് അമേരിക്കയും ചൈനയും അതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ എന്താണ് പറയുക ഇതുപോലുള്ളൊരു നിലപാട് ഇപ്പോൾ എടുക്കുന്നത്. കാരണം ഇന്ത്യക്കാണ് സാധാരണമായിട്ടുള്ള പരിക്ക് പറ്റിയത്, നാശനഷ്ടങ്ങളുണ്ടായത്. പാകിസ്ഥാൻ തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയും പാകിസ്ഥാനാണ് ഇതിനകത്ത് ഡിസിസീവായിട്ടുള്ള വിജയം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻസ് ഒക്കെ തന്നെ ഈ ഒരു രീതിയിൽ ഇന്ത്യക്കെതിരെ തിരിയുന്നതിൻ്റെ കാരണവും ലക്ഷ്യവും അവർക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്, അതിൻ്റെ ഒരു തെളിവാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സത്യത്തെ നമുക്ക് മൂടിവെക്കാൻ സാധിക്കത്തില്ല. ഇന്ത്യയുടെ ഓപ്പറേഷൻസ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള മെസ്സേജ് ഫിസിക്കലി നമ്മൾ കൊടുത്തെങ്കിലും ഈ മെസ്സേജ് ശരിക്കും നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചൈനയ്ക്ക് ഉള്ളൊരു മെസ്സേജാണ്. കാരണം കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് ചൈനയെ കൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടി ഇന്ത്യയുടെ ഒരു ലക്ഷ്യമായിരുന്നു. സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അത് നമ്മൾ ബാലാക്കോട്ട് ചെയ്തപ്പോഴും ഒരു പക്ഷേ അതിൻ്റെ മറ്റൊരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം അവിടെ നമ്മൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കടന്നു ചെന്നിട്ട് നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു ഡീപ്പ് പെനിട്രേഷൻ ചെയ്തിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ സാധിച്ചത് അത് ചൈനയ്ക്കുള്ള ഒരു മെസ്സേജ് കൂടെയായിരുന്നു. കാരണം ചൈനയുടെ അസറ്റ്സ് ഒക്കെ പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ അവർക്കും ഒരു ബോധ്യം, ഇന്ത്യയുടെ കപ്പാസിറ്റി കേപ്പബിലിറ്റി ഇന്ത്യക്ക് എത്രമാത്രം റീച്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൽ നിന്നും നമ്മൾ തീർച്ചയായിട്ടും ലക്ഷ്യമാക്കിയിരുന്നത്. പക്ഷേ അതിലും കൂടുതൽ ശക്തിയായിട്ട് വ്യാപകമായിട്ട് നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സേനയ്ക്കും അഭിമാനകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്, കാര്യം തന്നെയാണ്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പാകിസ്ഥാന് അവരുടെ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആർമി അല്ലെങ്കിൽ അവരുടെ ആംഡ് ഫോഴ്സിൻ്റെ ഇൻസ്റ്റലേഷൻസ്, അസറ്റ്സ്, എയർബേസ് ഒക്കെ തന്നെ വ്യാപകമായിട്ടുള്ള നാശത്തിന് വിധേയമായിട്ടുണ്ട് ഇന്ത്യൻ സ്ട്രൈക്കിൽ, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയ സ്ട്രൈക്കിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ബ്രഹ്മോസിനൊക്കെ ഇപ്പോൾ പ്രിയം കൂടി വരുന്നില്ല ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നടന്നത്. അപ്പോൾ ഇതാണ് സത്യം. കാരണം പാകിസ്ഥാൻ്റെ എയർഫോഴ്സിൻ്റെ ഏകദേശം 20% അവരുടെ ഇൻഫ്രാസ്ട്രക്ചറെ നമുക്ക് ക്രിപ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ ദുർബലപ്പെടുത്തുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് സാധിച്ചിട്ടുണ്ട്, അതാണ് സത്യം. കാരണം ലോകത്തിലുള്ള മറ്റ് ഇന്ത്യ വിരുദ്ധ ചേരികളും ശക്തികളും ഒക്കെ തന്നെ എത്ര ഉച്ചത്തിൽ അവർ വിളിച്ചു പറഞ്ഞ് ഈ സത്യത്തെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ഇതാണ് സത്യം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം തെളിവുകളുണ്ടല്ലോ എന്ന കാര്യം. കാരണം ഇഷ്ടംപോലെ സാറ്റലൈറ്റുകൾ, എല്ലാ രാജ്യത്തിൻ്റെയും സാറ്റലൈറ്റുകളുണ്ട്. ആ സാറ്റലൈറ്റ് നമുക്ക് ഇമേജ്, കാരണം നമ്മുടെ ആംഡ് ഫോഴ്സസ് മീഡിയ ബ്രീഫിംഗ് നടത്തിയപ്പോൾ അവർ എവിഡൻസോടുകൂടിയാണ് അതെല്ലാം പറഞ്ഞത്. അല്ല പാകിസ്ഥാൻ്റെ കൂട്ട് ഫേക്ക് ആയിട്ടുള്ള ഇമേജസും അല്ലെങ്കിൽ പണ്ടത്തെ കുറേ പാട്ടവിമാനങ്ങളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചൊന്നുമല്ല. നമ്മൾ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഇപ്പോൾ നടന്ന സംഭവങ്ങളുടെ കൃത്യമായിട്ടുള്ള ഫോട്ടോസും ഇമേജസും വിഷ്വൽ എവിഡൻസും ഒക്കെയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സത്യമാണ്. അതുതന്നെയല്ല, നമുക്കിപ്പം നമ്മളുടെ അസറ്റ്സ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മൂടി വെക്കാൻ പറ്റുന്ന കാര്യമല്ലോ. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും മീഡിയ ഇവിടെ വളരെ സ്ട്രോങ് ആയതുകൊണ്ടും സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ഡൈനാമിക് ആയതുകൊണ്ടൊക്കെ തന്നെ ഒരിക്കലും അത് നമ്മുടെ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും അത് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ആൾനാശം ഉണ്ടായിട്ടില്ല, നമുക്ക് നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് നഷ്ടമായിട്ടില്ല, അല്ലെങ്കിൽ ഫൈറ്റർ പൈലറ്റ്സിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ അവരെ നമുക്ക് നഷ്ടമായിട്ടില്ല എന്നൊന്നും ഗവൺമെൻറ് ഒരിക്കലും അത് ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സത്യത്തെ മൂടി വെക്കാനൊന്നും ഇന്ത്യയിൽ സാധ്യമല്ല. കാരണം ഇതൊക്കെ അക്കൗണ്ടബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും. ഓക്കെ, യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് നഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ ആ നഷ്ടങ്ങളെ യുദ്ധത്തിന് ശേഷം, ആ ഒരു കോൺഫ്ലിക്റ്റിന് ശേഷം തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇന്ത്യയിലെ ഒരു ജനാധിപത്യ സംവിധാനം അനുസരിച്ച് ഗവൺമെൻറ് അത് റിവീൽ ചെയ്യേണ്ടി വരും. അത് ഏത് ഗവൺമെൻറ് അല്ല ശരി, അതിനകത്ത് തെറ്റുകളൊന്നുമില്ല. ആ നഷ്ടം എത്ര ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കുന്നതിൽ തെറ്റുകളൊന്നുമില്ല ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ. പക്ഷേ ഗവൺമെൻറ് ആയാലും നമ്മുടെ ആംഡ് ഫോഴ്സ് തന്നെ വന്നിട്ട് മീഡിയ ആയിട്ട് ടോക്ക് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മീഡിയാസ് ഇവിടെ സ്ട്രോങ് ആണ്, വളരെ റെസിലിയൻ്റ് ആണ്.
അപ്പോൾ അവർക്ക് എവിഡൻസുകൾ ഉണ്ടാകും, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഹൈഡ് ചെയ്യാനോ മൂടി വെക്കാനോ ഒന്നും തന്നെ സാധിക്കുന്ന ഒരു കാര്യം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യക്ക് അവർ പറയുന്ന പോലുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പറേഷൻ ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പാകിസ്ഥാന് അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല ശക്തമായിട്ടുള്ള പ്രഹരം കൊടുത്തിട്ട് അവരുടെ എയർഫോഴ്സിന് ആംഡ് ഫോഴ്സിന് ഏകദേശം 70% നഷ്ടം ഉണ്ടാക്കി വെക്കുവാൻ, പ്രത്യേകിച്ച് അവരുടെ എയർഫോഴ്സ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്, അതിന് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ എവിഡൻസ് ഉണ്ട്, തെളിവുകളുണ്ട്. അതാണ് സത്യവും. അപ്പോൾ ഇത്രയും പറഞ്ഞു നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.